എന്താണ് ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ പ്രതിരോധശേഷി? ഇത് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം? ഇത് നശിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ, പ്രാണനച്ചിക്ക ഹോസ്പിറ്റൽ, കൊല്ലം. ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ പ്രതിരോധശേഷി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസോ വരികയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ പ്രതിരോധശേഷി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നത് നമ്മുടെ ആൻറ്റിബോഡീസ് വഴിയും അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് വഴിയും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസ് ആണ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണ്. ഇതിൽ ആൻറ്റിബോഡീസ് ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസും ഉൾപ്പെടുന്നു. ഇത് പല രീതിയിലുണ്ട്. നമുക്ക് ഇന്നേറ്റായിട്ടും അതുപോലെ തന്നെ അഡാപ്റ്റീവായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പാസീവായിട്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഇതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ്. നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ സ്കിൻ പറയാം, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ പറയാം, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ശേഷം നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷന് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമുക്ക് ചിക്കൻ പോക്സ് ഒക്കെ പറയാം, നമുക്ക് ഒരിക്കൽ ചിക്കൻ പോക്സ് വരുമ്പോൾ നമുക്ക് വീണ്ടും ചിക്കൻ പോക്സ് വരുന്നില്ല എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് ചിക്കൻ പോക്സ് വരുമ്പോൾ ആ വൈറസുമായിട്ട് നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്യുകയും വീണ്ടും ആ വൈറസ് വരുന്നതിനെ റിയലൈസ് ചെയ്ത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അമ്മയിൽ നിന്നും കുഞ്ഞിന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടെങ്കിൽ, അതായത് നമ്മളൊരു 7 to 9 hours ഉറങ്ങുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹീലിംഗ് കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈജീനായിട്ട്, അതായത് നമ്മുടെ ചുറ്റും പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. ശരിയായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് വിറ്റമിൻസ് ആയ വിറ്റമിൻ എ, ഡി, ഇ, കെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മിനറൽസ് ആയ മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം ഇവയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിത്തരുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, 7 to 9 hours ഉള്ള സ്ലീപ്പ് ഹീലിംഗ് പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്, സ്റ്റേ ഹൈജീനായിട്ട് ഇരിക്കുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. ഒപ്പം നമ്മുടെ സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. കൂടാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാൻ സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റ് ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ബാലൻസ്ഡ് ഫോമിലുള്ള ഡയറ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊണ്ടുപോകുന്നത് മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിൽ. ഇതിൽ വിറ്റമിൻസ് ആയ വിറ്റമിൻ എ, ഇ, സി, ഡി ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ മിനറൽസ് ആയ സിങ്ക്, സെലീനിയം, മെഗ്നീഷ്യം ഇവയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്നു. അപ്പം ഇതിലൊക്കെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് ഒക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. എഡിബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. റെഗുലറായി യോഗ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് റിലാക്സ് ആകുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ എൻഹാൻസ് ചെയ്യുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വാക്കിംഗ്, ജോഗിങ്, ജമ്പിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫുൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഇമ്മ്യൂണിറ്റി സെൽസിനെ സർക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നന്നായി സഹായിക്കുന്നു. ക്വാളിറ്റി സ്ലീപ്സ് അല്ലെങ്കിൽ 7 to 9 hours ഉള്ള സ്ലീപ്പ് നമുക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ഹീലാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ് കൂടുന്നു. കൂടാതെ നമുക്ക് സൈറ്റോകൈൻ മെക്കാനിസം, അതായത് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മെക്കാനിസം ഒക്കെ ഇമ്പ്രൂവ് ആകുകയും ചെയ്യുന്നു. കൂടാതെ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ കോർട്ടിസോൾ ബാഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും പെട്ടെന്നുള്ള റെസ്പോൺസ്, അതായത് ഇൻഫെക്ഷനും ഡിസീസുമുള്ള പെട്ടെന്നുള്ള റെസ്പോൺസ് കുറയ്ക്കുകയും ചെയ്യുന്നു. സോ നന്നായി ഉറങ്ങുന്നതും ചെയ്യുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരു പരിധിവരെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കാരണം നമ്മൾ ഒത്തിരി സ്ട്രെസ് ആകുമ്പോൾ ബാഡ് ഹോർമോണായ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ റിലീസ് ആകുകയും ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. സോ നല്ല ഉറക്കവും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ കൂട്ടുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു.
3 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡീനെ ടോക്സിൻസ് ഫ്ലഷ് ചെയ്യാനും നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ടോക്സിൻസ് ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നു. സോ കഴിവതും നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് യൂറിൻ വഴിയായും പെർസ്പിറേഷൻ വഴിയായിട്ടും ടോക്സിൻസ് റിമൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സോ എപ്പോഴും ട്യൂൺഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും 3 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ആകാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. യൂറിൻ വഴിയും പെർസ്പിറേഷൻ വഴിയും ടോക്സിൻസ് എലിമിനേറ്റ് ആകാൻ നല്ല രീതിയിലുള്ള വെള്ളം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ത്രൂ ഔട്ട് റെഗുലേറ്റ് ആയിട്ട് പോകാനും സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂൺ സെൽസ് സർക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ബോഡി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുന്നതും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. കൂടാതെ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പ്രീബയോട്ടിക്സും അതുപോലെ തന്നെ പ്രോബയോട്ടിക്സും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു 80 to 90% വരെ നമുക്ക് എന്താ പറയുക കൺക്ലൂഡഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് വഹിക്കുന്നത് നമ്മുടെ ഗട്ടാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഒരു ഗട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇമ്മ്യൂൺ റെസ്പോൺസും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയും കൂടുകയുള്ളൂ. ഹൈ ഫൈബർ റിച്ച് ഡയറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. സോ കഴിവതും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സോ അതിൽ ഫൈബർ റിച്ച് ഫുഡ് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻ ഡി എക്സ്പോഷർ ആകുന്ന അല്ലെങ്കിൽ വിറ്റമിൻ ഡി ലഭിക്കുന്നത് നല്ലതാണ്. സോ സണ്ണിന് എക്സ്പോഷർ ആകുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള കുളി, തുണികൾ കഴുകുന്നത്, നമ്മുടെ ചുറ്റു പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമുക്ക് ഇന്നേറ്റായിട്ട് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളത്, അതായത് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് വഴി, നമ്മുടെ ജനറ്റിക് ഫാക്ടർ വഴി, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് വഴി നമുക്ക് ഗെയിൻ ചെയ്യാവുന്ന ഒന്നാണ്. സോ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഹൈജീനും അതുപോലെ തന്നെ പ്രോപ്പർ ഫുഡ് ഹാബിറ്റും പ്രോപ്പർ സ്ലീപ്പിങ്ങും ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്നതും ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിക്കാൻ കാരണമാകുന്നത് കൂടുതലും നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ വേയിലുള്ള ഫുഡ് ഹാബിറ്റുകളാണ്. നമ്മൾ ഒത്തിരി ഫാസ്റ്റ് ഫുഡ് എടുക്കുന്നത്, ജങ്ക് ഫുഡ്സ് എടുക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള സൈറ്റോകൈൻ മെക്കാനിസം കൂട്ടുന്നു. അതായത് ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും കൂട്ടുന്നു. ഇത് രോഗപ്രതിരോധ ശേഷിനെ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹൈജീൻ അല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് ഒത്തിരി ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസും അല്ലെങ്കിൽ ടോക്സിൻ മാറ്റേഴ്സും ഉള്ളിലോട്ട് വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ എന്താ പറയുക അലസിതമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഉദാസീനമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി സമയം ഇരിക്കുക, ഒത്തിരി സമയം കിടക്കുക, ഇതൊക്കെ നമ്മുടെ സർക്കുലേഷന്, ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷനെ കുറയ്ക്കുകയും നമ്മുടെ ബോഡിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. സോ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതിന് പ്രധാന കാരണം ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസുകളാണ്. കൂടാതെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒബേസിറ്റി പുവർ സർക്കുലേഷനും പുവർ ഇമ്മ്യൂണിറ്റിക്കും കാരണമാക്കുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫൈറ്റിംഗ് മെക്കാനിസം കുറച്ചും കൂടെ ലോ ആകുകയും അല്ലെങ്കിൽ കുറയുകയും അല്ലെങ്കിൽ നശിക്കുകയാണ് ചെയ്യുന്നത് ഈ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം. സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതിന്. ക്രോണിക് സ്ട്രെസ്സ് കോർട്ടിസോളിൻ്റെ ലെവൽ കൂട്ടുന്നു. ഇത് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിനെ കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ഡൈജഷൻ ഇംപ്രോപ്പർ ആക്കുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കുറയ്ക്കുന്നു. സോ ഈ ഫൈറ്റിംഗ് മെക്കാനിസം കുറയുന്നതിന് സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ്. കൂടാതെ എക്സസീവായിട്ട് ആൽക്കഹോളും അതുപോലെ സ്മോക്കിംഗ് ചെയ്യുന്നത്, നമ്മുടെ ആൽക്കഹോൾ എടുക്കുന്നത് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിനെ ഡാമേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്മോക്കിംഗ് കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മുടെ ലങ്സിനെയും അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്നു. സോ ഇതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ആക്കാൻ അല്ലെങ്കിൽ കുറയുന്നതിന് ഒരു കാരണമാകുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതുപോലെ തന്നെ ക്രോണിക് ഇൽനസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്യുന്നു. ക്രോണിക് ഇൽനസ് ആയ HIV അതുപോലെ തന്നെ ക്യാൻസർ, ഡയബറ്റീസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കുറയ്ക്കുന്നു. കൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സെൽസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസ് നമ്മുടെ സ്വന്തം ഓൺ സെൽസിനെ ഡാമേജ് ആകുന്ന കണ്ടീഷൻസാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടൈംസിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ആകുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഫ്രീക്വൻ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതും മെഡിസിൻ ഉപയോഗിക്കുന്നതും ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്. നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ എല്ലാ മൈക്രോ ബാക്ടീരിയസും നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയാസിനെ എല്ലാം കൊല്ലുന്നു. സോ നമുക്കറിയാം നമ്മുടെ ഗട്ട് മൈക്രോബയോംസ് ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് റെഗുലറായിട്ട് എടുക്കുന്നത്
ഗട്ട് ബാക്ടീരിയാസിനെയും കൊല്ലുകയും ചെയ്യുന്നു. ഇത് ഇമ്മ്യൂണിറ്റിക്ക്, അതായത് ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നു. ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഇമ്മ്യൂണിറ്റി കുറയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതകൾ കൂടുതലാണ്. പെട്ടെന്ന് പെർസിസ്റ്റൻ്റ് ആയിട്ട് സൈനസൈറ്റിസ് ഉണ്ടാകുക, ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുക, പെട്ടെന്ന് UTI വരിക, അല്ലെങ്കിൽ അത് റിക്കറൻ്റ് ആയിട്ട് നിൽക്കുക, പെട്ടെന്ന് ചെറുതായിട്ടൊരു തണുപ്പോ ചെറുതായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴോ കോൾഡും കഫും ഉണ്ടാകുക. ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ക്രോണിക് ഫെറ്റിക് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുക. അപ്പം നമ്മൾ റെസ്റ്റിലാണെങ്കിൽ പോലും വീണ്ടും ടയേർഡ് ആകുക, പെട്ടെന്ന് ഒത്തിരി ടയേർഡ് ആകുന്നത് പോലെ തോന്നുക, പെട്ടെന്ന് തളർച്ച ഉണ്ടാകുക, ചെറുതായിട്ട് സ്റ്റെയർ ക്ലൈംബ് ചെയ്യുമ്പോൾ തന്നെ തളർച്ച ഉണ്ടാകുക, അതുപോലെ തന്നെ പെട്ടെന്ന് SOB ഉണ്ടാകുക. ഇതൊക്കെ ഇമ്മ്യൂൺ സപ്രസ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. കൂടാതെ ദഹന പ്രക്രിയയിൽ വ്യത്യാസം ഉണ്ടാകുക, ഒത്തിരി ഡയറിയ പോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഉണ്ടാകുക, അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്ത് പോകുക. ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. സ്കിൻ പ്രോബ്ലംസും ഒരു പ്രധാന ലക്ഷണമാണ്. പെട്ടെന്ന് മുറിവുണ്ടാകുക, ചെറുതായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകുക, ഇച്ചിങ് ഉണ്ടായിട്ട് അത് പെട്ടെന്ന് വൂണ്ട് ആകുക, ആ വൂണ്ട് ഹീലാകാൻ കുറേ ടൈം എടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. കൂടാതെ അലർജി, അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് ഒരു പ്രധാന ലക്ഷണമാണ് ഇമ്മ്യൂണിറ്റി സപ്രസ് ആകുന്നതിന്. ചെറുതായിട്ട് പൊടി അടിക്കുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകുക, കണ്ടിന്യൂസ് ആയിട്ട് അലർജി ഉണ്ടാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് എക്സ്പോഷർ ആകുമ്പോൾ തുമ്മലുണ്ടാകുക, ചുമയുണ്ടാകുക, ഇറിറ്റേഷൻ ഉണ്ടാകുക. ഇതൊക്കെ ഒരു പ്രധാന ലക്ഷണമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അലർജി, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എക്സ്പോഷർ ആകുമ്പോൾ, ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ അലർജി ഉണ്ടാകുക, തുമ്മലുണ്ടാകുക, ഇതൊക്കെ ഒരു പ്രധാന ലക്ഷണമാണ്. നമുക്ക് അറിയാതെ തന്നെ സ്കിന്നിൽ റാഷസ് ഉണ്ടാകുക, ഇൻഫെക്ഷൻ ഉണ്ടാകുക, പെട്ടെന്ന് ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുക. ഇതൊക്കെ ഇൻഫെക്ഷനും കാരണമാകുന്നതാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ആകുമ്പോഴാണ് ഉണ്ടാകുന്നത്. കൂടാതെ കോൾഡ് ഫീറ്റ് ആൻഡ് ഹാൻഡ്, അതായത് പുവർ സർക്കുലേഷൻ്റെ ഒരു ഭാഗമാണ് കൈയും കാലും എപ്പോഴും തണുത്തിരിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാകുക, അല്ലെങ്കിൽ അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, കഫും കോൾഡും വന്നാൽ തന്നെ അത് മാറാതെ തുടർച്ചയായിട്ട് നിൽക്കുക. ഇതൊക്കെ ലോ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടർമറിക് ജിഞ്ചർ ടീ ആണ്. ഇതിൽ നമ്മൾ ടർമറിക്കും ജിഞ്ചറും ഒരേ തുല്യ അളവിലെടുക്കുക. ഇതിൽ കുറച്ച് പെപ്പർ ഇടുക, അതുപോലെ തന്നെ ജാഗരി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ജാഗരി കിട്ടുവാണെങ്കിൽ അതും ആഡ് ചെയ്യുക. കുറച്ച് ക്ലോവും ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് തിളപ്പിച്ച ശേഷം നമുക്ക് 11 o'clock അതുപോലെ തന്നെ 3 o'clock കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് വിറ്റാമിൻ C റിച്ച് സ്മൂത്തി നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഓറഞ്ച് എടുക്കണം, അതുപോലെ തന്നെ ആപ്പിൾ എടുക്കണം, അതുപോലെ തന്നെ പൈനാപ്പിൾ എടുക്കണം. ഇത് മൂന്നും തുല്യ അളവിലെടുക്കുക. ഇത് നമുക്ക് ചിയാസീഡും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ആഡ് ചെയ്യാം. ഇത് ഫുള്ളും ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു വിറ്റാമിൻ C റിച്ച് ആയിട്ടുള്ള സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗാർലിക് ലെമൺ ഇമ്മ്യൂണിറ്റി സൂപ്പ് നോക്കാം. ഇതിനായി നമ്മൾ ഗാർലിക് എടുക്കണം, 4 or 5 അല്ലി ഗാർലിക് എടുക്കുക. ഇതിൽ ഒരു ഒണിയൻ ചോപ്പ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെ സൂപ്പ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സിന്നമൺ പൗഡർ ഇടാം, പെപ്പർ ഇടാം, അതുപോലെ തന്നെ നമുക്ക് ക്ലോവ് ഇടാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് തിളപ്പിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ആറിയ ശേഷം ഗ്രൈൻഡ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 3 ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം.